മഴ തോരും മുൻപ് എന്ന പരമ്പരയിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന സ്റ്റാൻലിയുടെ ഭാര്യ എൽസമ്മയെ പരിചരിക്കാൻ അഞ്ചലിൽ ചെന്നതിന് ശേഷമുള്ള സംഭവവികാസങ്ങളാണ് ചുരുക്കരൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നത്. അഞ്ചലിൽ എൽസമ്മയെ പരിചരിക്കാൻ ചെന്ന അലീനയ്ക്ക് മനുഷ്യത്വരഹിതമായ സമീപനമാണ് അവിടുന്ന് നേരിടേണ്ടി വന്നത്. എൽസമ്മയുടെ ചേച്ചി റീത്താമ്മയും സഹോദരന്മാരും പിന്നെ എൽസമ്മയുടെ മൂത്ത മകൾ ടാനിയയും വെറുപ്പോടും വിദ്വേഷത്തോടും കൂടിയാണ് അലീനയെ കണ്ടത്. അതൊന്നും കാര്യമാക്കാതെ അലീന താളം തെറ്റിക്കിടുന്ന ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായി തീർന്നു വരികയാണ്. എൽസമ്മയുടെ പരിചരണവും മക്കളുടെ പഠനകാര്യങ്ങളും വീട്ടിലെ ഭക്ഷണക്രമവും എല്ലാം തന്നെ അലീന ഒരു ഓർഡറിലാക്കുകയാണ്. ഒരു ദിവസം രാത്രി സ്റ്റാൻലിയുടെ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടി ടെൽസയെ റീത്താമ്മയുടെ മൂത്ത മകൻ ജെറി ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നത് അലീന കാണാനിടയാവുന്നു. തുടർന്ന് ജെറിക്കും റീത്താമ്മയ്ക്കും അലീന ശക്തമായി താക്കീത് നൽകുകയും സ്റ്റാൻലിയെ വിളിച്ച് രണ്ട് വീടുകളുടെയും അതിർത്തി നിശ്ചയിച്ച് ഒരു മതിൽ കെട്ടണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇതിനിടയിൽ അലീനയോട് വെറുപ്പോടെ പെരുമാറിയിരുന്ന ടാനിയ അലീനയുടെ പ്രവൃത്തികൾ ഓരോന്നും വീഴ്ചുകൊണ്ടിരുന്നു. പിന്നീട് അലീനയുടെ സ്നേഹവും ശാസനയുമെല്ലാം ഏറ്റുവാങ്ങി അലീനയെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത നിലയിലേക്ക് വരികയാണ്. കുളത്തൂപ്പുഴയിൽ നിന്ന് സ്റ്റാൻലിയും ബബിതയും അഞ്ചലിലെത്തിയ ഒരു ദിവസം ബബിതയെ എൽസമ്മയ്ക്ക് കൂട്ടിയിരുത്തി സ്റ്റാൻലിയും ടാനിയയും ടെൽസയും ടോജോയും അലീനയും ചേർന്ന് ഒരു ഷോപ്പിങ്ങിന് പോവുകയാണ്. ഒടുക്കം അവർ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഒരു ചെറുപ്പക്കാരൻ വന്ന് ടാനിയെ പുറത്തേക്ക് വിളിക്കുകയാണ്. പേടിച്ചരണ്ട ടാനിയ വിറച്ചിരിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ കയറി വന്ന് ടാനിയയുടെ കൈ പിടിച്ചു വലിക്കുകയും തടയാൻ ചെന്ന സ്റ്റാൻലിയെ ചീത്ത വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് വീട്ടിലെത്തിയ സ്റ്റാൻലി ടാനിയെ വിളിച്ച് ഗൗരവത്തോടുകൂടി കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. ഷാൻ എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേരെന്നും ജെർച്ചായൻ്റെ കൂട്ടുകാരനാണെന്നും അങ്ങനെ കണ്ടുള്ള പരിചയമാണെന്നും പറയുകയാണ് ടാനിയ. അലീന സ്റ്റാൻലിയെ വിളിച്ച് താൻ ഈ കാര്യം ശാന്തമായി കൈകാര്യം ചെയ്തോളാമെന്നും പപ്പ ഇതിൽ ഇടപെടണ്ട എന്നും പറയുകയാണ്. ഈ സമയത്ത് അലീനയെ പിരിഞ്ഞു നിൽക്കാൻ ആവാത്തത് കാരണം ബബിത അഞ്ചലിൽ അലീനയ്ക്ക് കൂട്ടായി തന്നെ നിൽക്കുകയാണ്. രണ്ട് ജർമ്മൻ ഷെപ്പേർഡ് നായ്ക്കളെയും അഞ്ചലിൽ നിർത്തിയിട്ടാണ് സ്റ്റാൻലി കുളത്തൂപ്പുഴയ്ക്ക് തിരിക്കുന്നത്. ഈ സമയം എൽസമ്മയുടെ ആരോഗ്യനില മെച്ചപ്പെട്ട് കൈപിടിച്ച് നടക്കാൻ പറ്റുന്ന അവസ്ഥ വരെ എത്തുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ടാനിയ അലീനയോട് മനസ്സ് തുറക്കുകയാണ്. ജെർച്ചായൻ്റെ വീട്ടിലും ഓഫീസിലും കണ്ടു തുടങ്ങിയ പരിചയമാണ് ഷാൻ എന്ന ചെറുപ്പക്കാരനായി പ്രണയത്തിലെത്തിയതെന്നും അവൾ പറഞ്ഞു. എന്നാൽ അലീന താൻ അവനെപ്പറ്റി എല്ലാം അന്വേഷിച്ചറിഞ്ഞു എന്ന കാര്യം ടാനിയയോട് വെളിപ്പെടുത്തുകയാണ്. അവൻ്റെ അച്ഛൻ അഞ്ചൽ ടൗണിൽ ഒരു ട്രേഡ് യൂണിയൻ അംഗമാണെന്നും പേര് ഭാർഗവനാണെന്നും അലീന അവളോട് പറയുകയാണ്. ഭരണകക്ഷിയിലെ ഒരു പ്രാദേശിക നേതാവിൻ്റെ ബന്ധുവായ അയാൾ ഭാര്യയെ ഞെക്കിക്കൊന്ന് കെട്ടിത്തൂക്കിയ കേസിൽ 7 വർഷം ജയിലിൽ കിടന്നയാളാണെന്ന് അവൾ പറഞ്ഞു. മൂക്കറ്റം കള്ളുകുടിയും സകല ചട്ടമ്പിത്തരവും കാണിക്കും. അയാളുടെ മകനാണ് ഷാനെന്നും സ്കൂളിൽ അവൻ്റെ പേര് രതീഷാണെന്നും അവൾ പറഞ്ഞു. അഞ്ചലിലെ ടൗണിൻ്റെ ഒരറ്റത്ത് ഒരു പാൻ ഷോപ്പ് നടത്തുകയാണെന്നും ഒറ്റ നമ്പർ ലോട്ടറിയുടെ കച്ചവടത്തിന് പുറമെ മാഹിയിൽ നിന്ന് മദ്യം കടത്തിക്കൊണ്ടുവന്ന് വിൽക്കുന്ന പരിപാടിയും ഉണ്ടെന്നും അവൾ പറഞ്ഞു. മുമ്പ് കൊട്ടാരക്കരക്കാരിയായിരുന്ന ഒരു നേഴ്സുമായി ബന്ധമുണ്ടായിരുന്നു. അവളെ അവരുടെ വീട്ടുകാർ നാടുകടത്തി. അങ്ങനെ ആ ബന്ധം അലസിപ്പോയി. രണ്ടാമത്തെ പെണ്ണ് തൂങ്ങി മരിച്ചു. മരിച്ചപ്പോൾ ആ പെണ്ണ് ഗർഭിണിയായിരുന്നെന്നും അവൻ്റെ മൂന്നാമത്തെ ഇരയാണ് നീയെന്നും അലീന ടാനിയയോട് പറഞ്ഞു. അലീന ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവളെ പിന്തിരിക്കാൻ ശ്രമിച്ചെങ്കിലും പിരിയാൻ പറ്റാത്ത രീതിയിൽ അവർ അടുത്തുപോയെന്നും രജിസ്റ്റർ മാരേജ് നടത്തിയിട്ടുണ്ടെന്നും ടാനിയ അലീനയോട് വെളിപ്പെടുത്തുകയാണ്. ഇത് കേട്ട് ഞെട്ടിപ്പോയ അലീന ടാനിയെ ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഷാനോട് എതിർത്ത് പറയാൻ തനിക്കാവില്ലെന്നും അവൻ വിളിച്ചാൽ താൻ ഇറങ്ങിപ്പോകുമെന്നും ടാനിയ അലീനയോട് പറയുകയാണ്. ഒരു ദിവസം ഷാനും അവൻ്റെ അച്ഛനും കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകരെയും ഗുണ്ടുകളെയും കൂട്ടി വന്ന് ടാനിയെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. കൂടെ ഒരു പോലീസ് ജീപ്പുമുണ്ട്. മാര്യേജ് ഡീഡിൻ്റെ ഫോട്ടോ കോപ്പി കാണിച്ചാണ് പോലീസിനെയും കൂട്ടി വന്നിരിക്കുന്നത്. പക്ഷേ അലീന ടാനിയെ വീടിൻ്റെ പുറത്തേക്ക് പോകാതെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഒടുവിൽ SI ടാനിയെ പുറത്തേക്ക് വിളിച്ച് മാര്യേജ് ഡീഡിൻ്റെ കോപ്പി കാണിച്ച് സംഭവങ്ങൾ ചോദിച്ചറിയുകയാണ്. അതിൽ ഒപ്പിട്ടത് താൻ തന്നെയാണെന്നും പഠിച്ചൊരു നിലയിലെത്താതെ കൂടെ ചെല്ലാൻ തയ്യാറല്ലെന്നും ടാനിയെ വെളിപ്പെടുത്തുകയാണ്. പിന്നീട് അലീനയുടെ പേര് വിളിച്ച് തെറിയാക്ഷേപം നടത്തി ഷാനും സംഘവും മടങ്ങിപ്പോയി. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഷാൻ മദ്യപിച്ച് ഗേറ്റിനരികെ വന്ന് ടാനിയെ വിളിക്കുകയാണ്. അവളെ പുറത്തേക്ക് പോകാതെ പിടിച്ചിർത്തിയ അലീന ടാനിയയ്ക്ക് സുഖമില്ലെന്നും അവളെ ഇപ്പം കാണാൻ പറ്റിയ അവസ്ഥയിലല്ലെന്നും ഷാനോട് തുറന്നു പറയുകയാണ്. എന്തായാലും ടാനിയെ കണ്ടിട്ടേ പോകുകയുള്ളൂന്നും താൻ അവളെ കണ്ട് മാപ്പ് പറയാനാണ് വന്നിരിക്കുന്നതെന്നും ഷാൻ അലീനയോട് പറയുകയാണ്. ഒടുവിൽ ടാനിയ ഗേറ്റിങ്കിലേക്ക് ചെല്ലുകയാണ്. കുറച്ചു നേരത്തെ സംസാരത്തിനൊടുവിൽ ഗേറ്റിന് വെളിയിൽ നിന്ന ഷാൻ അവസാനമായി ഒരു ഉമ്മതാടി എന്നും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയം അവൻ അരയിൽ കരുതിയിരുന്ന കടാരയെടുത്ത് ടാനിയയുടെ വയറ്റിൽ ആഞ്ഞു കുത്തുകയാണ്. തിരിഞ്ഞു നിന്നിരുന്ന അലീന ടാനിയയുടെ കലർച്ച കേട്ട് നോക്കുമ്പോൾ ഷാൻ കടാര വലിച്ചൂരി വീണ്ടും കുത്തുന്നതാണ് കണ്ടത്. അലീന ഓടി വന്ന് അവൻ്റെ ദേഹത്ത് പിടിച്ച് തള്ളി മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അലീനയ്ക്കും കൈക്ക് കുത്തേൽക്കുന്നുണ്ട്. പിന്നെയും ആഞ്ഞു കുത്താൻ ശ്രമിക്കുന്നതിനിടെ 2 നായ്ക്കൾ ഓടി വന്ന് അവൻ്റെ കൈ കടിച്ച് പറിച്ചെടുത്തിരിക്കുകയാണ്. പട്ടിയുടെ വായിൽ നിന്ന് കൈ പറിച്ചെടുത്ത് അവൻ ബൈക്ക് സ്റ്റാർട്ടാക്കി ഓടിച്ചു പോവുകയാണ്.
ഒച്ച കേട്ട് വീടിന് പുറത്തെത്തിയ ഭവിത ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ സമനില വീണ്ടെടുത്ത അവൾ അലീനയും കൂട്ടി ടാനിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. അപ്പോൾ തന്നെ ഓപ്പറേഷൻ റൂമിൽ കയറ്റിയ ടാനിയ രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. ഈ സമയം ടാനിയെ കുത്തി ബൈക്കോടിച്ചു പോയ ഷാൻ എന്ന ചെറുപ്പക്കാരൻ ഒരു ടാങ്കർ ലോറിയിൽ ചെന്നിടിച്ച് തൽക്ഷണം മരിച്ചെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. 2 ദിവസത്തിന് ശേഷം മരണാവസ്ഥയിലായിരുന്ന ടാനിയ അപകടനില തരണം ചെയ്ത് ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഷാൻ മരിച്ച കാര്യം അലീന ടാനിയോട് തുറന്നു പറയുകയാണ്. ഒരു മരപ്പാവ് പോലെ ഇരിക്കുക മാത്രമാണ് ടാനിയ ചെയ്തത്. അവൾ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിച്ചു. അപ്പോഴെല്ലാം അവൾ ഷാനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകി. പലപ്പോഴും അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പുന്നതും ഷീറ്റ് കൊണ്ട് അവൾ മിഴുനീരൊപ്പുന്നതും അലീന കാണുന്നുണ്ടായിരുന്നു. ടാനിയയുടെ മനസ്സിനേറ്റ ഷോക്ക് മാറാൻ അഞ്ജലിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കിയ അലീന എൽസമ്മയും കുടുംബത്തെയും കുളത്തൂപ്പുഴയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ്. ആ കഥ അടുത്ത എപ്പിസോഡിൽ തുടരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.